മിശിഹായിൽ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, പ്രിയമക്കളെ, ഇന്നേ ദിവസം ശ്രീ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 14-ാം അധ്യായം 18-ാമത്തെ വാക്യം. സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 14 വേഴ്സ് 18. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. ഈശോയുടെ വാഗ്ദാനമാണ്, നമുക്കറിയാം. അതെ, ഒരു വിക്കനായ വിദ്യാർത്ഥിയെക്കുറിച്ച് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കുമോ? ഈ വിദ്യാർത്ഥി പഠിക്കുവാൻ മിടുക്കൻ തന്നെയാണ്, പക്ഷേ അവൻ സംസാര ശൈലി വിക്ക് ബാധിച്ചതാണ്. അവനെ മറ്റുള്ളവരെ പോലെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. 10ാം ക്ലാസ്സില് അവന് സ്കൂളിലൊരു ധ്യാനം ഉണ്ടായിരുന്നു. ആ ധ്യാനത്തിൽ പങ്കെടുത്ത അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ആ പരിശുദ്ധാത്മാവിനെ അയച്ച് എന്റെ നാവിനെ ഒന്ന് തൊടണമേ, എന്റെ വിക്കുമാറി എനിക്ക് സംസാരിക്കാനുള്ള കൃപ നൽകണമേ എന്നവൻ പ്രാർത്ഥിച്ചു. അത്ഭുതകരമായിട്ട് അവന്റെ വിക്കുമാറുകയും അവൻ സുഖമായി സംസാരിക്കാൻ തുടങ്ങുകയും ചെയ്യുകയാണ്. ആരുടെ കാര്യമാണ് അച്ഛനീ പറയുന്നതെന്ന് ചിന്തിച്ചേക്കാം. നമ്മളെല്ലാം അറിയുന്ന വ്യക്തിയാണ് ശാലോം ടിവിയിൽ ഗാന ശുശ്രൂഷ ചെയ്യുന്ന ജിനു എന്ന ചെറുപ്പക്കാരൻ. ഈ ജിനു എന്ന ചെറുപ്പക്കാരന്റെ കഥയാണ് ഞാൻ വർണ്ണിച്ചത്. അദ്ദേഹം ഗാന ശുശ്രൂഷ ചെയ്ത് അനേകരെ കർത്താവിങ്കലേക്ക് അടുപ്പിക്കുവാൻ ഇന്ന് പരിശ്രമിക്കുന്നെങ്കിൽ അതിന്റെ പുറകിൽ തമ്പുരാന്റെ സ്പർശനം, പരിശുദ്ധാത്മാവിന്റെ സ്പർശനമാണ് അതിന് കാരണമായിട്ട് തീർന്നത് എന്ന് നമുക്ക് പ്രത്യാശ പകരേണ്ടതാണ്. തീർച്ചയായിട്ടും ഒരുപക്ഷെ നിരാശയിൽപ്പെട്ട ഉഴന്ന് എനിക്കിനി ജീവിതമില്ല, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാൻ പറ്റില്ല, അങ്ങനെ മാറിപ്പോകേണ്ട ഒരു ജീവിതം തമ്പുരാനുള്ള പ്രത്യാശയോടെ കരുപ്പിടിപ്പിക്കുവാൻ കഴിഞ്ഞെങ്കിൽ നമ്മുടെ ജീവിതാവസ്ഥകളിലും നമുക്ക് ഏറ്റവും വലിയ സഹായകനായി നിൽക്കുന്ന പരിശുദ്ധാത്മാവാണ്. ആ ബോധ്യം എപ്പോഴും ജീവിതത്തിൽ പുലർത്തുവാൻ, പ്രതിസന്ധികൾ തളരാതെ മുന്നോട്ട് പോകുവാൻ നമ്മൾ ഏവരെയും അനുഗ്രഹിക്കും. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയും നിങ്ങളെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും, എപ്പോഴും എപ്പോഴും എന്നേക്കും.